ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സംസ്ഥാനമൊന്നുമല്ല. അത് സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അവിടെ ഭരിക്കുന്നത് ആര് തന്നെയാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ മേലുള്ള അധികാരം അവിടുത്തെ ഗവൺമെന്റിന് മാത്രമാണ്, അവിടുത്തെ പട്ടാളത്തിന് മാത്രമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അതിനെ അപലപിക്കാമെന്നല്ലാതെ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ടുവരാമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോക്കൂ, അന്താരാഷ്ട്ര സമ്മർദ്ദം ആർക്കെതിരെയാണ്? ബംഗ്ലാദേശിനെതിരെയല്ല, ഭാരതത്തിനെതിരെയാണ്. ഷെയ്ഖ് ഹസീന പറന്നിറങ്ങിയത് ലോകത്തെ 59 ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, ഹിന്ദുവിന് ഭൂരിപക്ഷമുള്ള ഭാരതത്തിലാണ്. എന്തുകൊണ്ടാ? ഷെയ്ഖ് ഹസീന മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ അവരെ ആ നിമിഷം കൊന്നുകളയുമായിരുന്നു. അതവർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് പ്രാണരക്ഷാർത്ഥം അവർ ഭാരതത്തിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് അഭയം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആഗോള ഇസ്ലാമിക ശക്തികൾക്ക് ഭാരതം ശത്രുപക്ഷത്താണ്. അപ്പോൾ ഭാരതം ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ ശത്രുപക്ഷത്താണ് എങ്കിൽ അവർ ഞങ്ങളുടെ ഈ ശത്രുപക്ഷമാണ് എന്ന നിലപാടാണ് ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാരത വിരുദ്ധരും ഭാരതീയ അനുകൂലികളും എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വിഷയത്തോടുള്ള പ്രതികരണം. അപ്പോൾ ഈ വിഷയത്തോട് ഭാരതത്തിനകത്തുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്നുവെങ്കിൽ ഭാരതത്തിനകത്തുള്ള ഹിന്ദുക്കൾക്കും അവർ വിരുദ്ധമായ നിലപാട് തന്നെയാണ് ഉള്ളത്, മനോഭാവം അങ്ങനെയാണ് എന്ന് ഭാരതീയർ തിരിച്ചറിയേണ്ട സമയമാണ്. അതിന് ഏറ്റവും പറ്റിയ സന്ദർഭമാണ് ഇത്. അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ശത്രുപക്ഷത്ത് കാണുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ശത്രുപക്ഷത്ത് തന്നെ കാണും. കണ്ടില്ലെങ്കിൽ സംഘടിത മുസ്ലിം വോട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യക്കകത്തെ സംഘടിത മുസ്ലിം വോട്ടിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും ശത്രുപക്ഷത്താക്കി നിന്നുകൊണ്ട് അവർക്കെതിരെ പട നയിക്കാൻ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാവുന്നത് എന്തുകൊണ്ടെന്നാൽ സംഘടിത മുസ്ലിം വോട്ട് മതി. ബാക്കിയുള്ള ഹിന്ദുവിനെ ചിതറിച്ചു കളഞ്ഞിട്ട് ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, പ്രദേശത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ചിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള അഹങ്കാരമാണ് ഇന്ന് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത്. സാർ, ഇപ്പൊ വർഷങ്ങൾക്ക് മുന്നേ ഇസ്രായേലിലെ ജൂത സമൂഹം ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ ജർമ്മനിയിലെ ജൂത സമൂഹം പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവർ അഭയം തേടിയെത്തിയത് ഭാരതത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ചൈനയുടെ ഭാഗമാണ് ടിബറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന ടിബറ്റിനെ പിടിച്ചെടുക്കാനും അവിടുത്തെ ബുദ്ധമത വിശ്വാസികളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവർ നശിപ്പിക്കുന്ന സമയത്ത് ഈ ടിബറ്റൻ ബുദ്ധ മത വിഭാഗത്തിലെ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമ അദ്ദേഹവും ഭാരതത്തിലാണ് അഭയം പ്രാപിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പൊ അവസാനമായിട്ട് നടക്കുന്ന ഈ നമ്മുടെ ബംഗ്ലാദേശിൽ ആഭ്യന്തര യുദ്ധം വന്നപ്പോഴും അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം ഈ ഭാരതത്തിനെയാണ് ഒരു ആശ്രയമായിട്ട് കാണുന്നത്. ലോകത്തിൽ തന്നെ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഭാരതം മാറുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദിയുടെ സർക്കാർ അത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? അതായത് നമുക്കറിയാമല്ലോ, ഈ ഷെയ്ഖ് ഹസീന വന്നപ്പോ വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് പറയാമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാൻ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യം തയ്യാറായോ? എന്തായിരുന്നു വന്ന വാർത്തകൾ? അവർ ബ്രിട്ടനിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു ഒക്കെ. എന്താ അവർ ബ്രിട്ടനിൽ പോവാത്തെ? എന്താ അമേരിക്കയിൽ പോവാത്തെ? ബ്രിട്ടനിൽ ചെന്ന ബ്രിട്ടൻ ആരുടെ പിടിയിലാണ്? ബ്രിട്ടൻ ഇസ്ലാമിക തീവ്രവാദികളുടെ പിടിയിലാണ്. അതുകൊണ്ട് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ പോലെ ഒരാൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമല്ല. അമേരിക്ക ആരുടെ പിടിയില? അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം കത്തിക്കുത്തുണ്ടായതിന്റെ പേരിലൊക്കെ അവിടെ നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെ സമൂഹത്തിന് സമാനമായ സാഹചര്യമാണുള്ളത്. അപ്പൊ കാനഡയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക്, അത് തസ്ലീമ നസ്രീൻ ആണെങ്കിലും അതുപോലെയുള്ള മറ്റു സൽമാൻ ഖുർഷിദി ആരാണെങ്കിലും അവർക്കൊക്കെ തന്നെ വന്ന് അഭയം പ്രാപിക്കാൻ ഭാരതം എന്ന് പറയുന്ന രാജ്യമേ ഉള്ളൂ. കഴിഞ്ഞ 10,000-കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ പാരമ്പര്യം ഇതാ. നമുക്കറിയാം, ഹൂണന്മാരും ശകന്മാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നപ്പോ അവരെ ഭാരതത്തിൽ ലയിപ്പിച്ച നാടാണ് ഭാരതം. അതുപോലെ തന്നെ 2000 വർഷം മുൻപ് സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട യഹൂദന്മാര് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവർക്ക് പള്ളി പണിത് കൊടുത്ത് അവരെ പരിപാലിച്ച നാടാണ് ഭാരതം. അതേപോലെ ബുദ്ധമതത്തിന്റെ ആധ്യാത്മിക ആചാര്യനായ ദലാലൈമയും അനുചരന്മാരും ഭാരതത്തിലേക്ക് വന്നപ്പോൾ ചൈനയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അവർക്ക് അഭയം കൊടുത്ത നാടാണ് ഭാരതം. ഇന്ന് അതേപോലെ തന്നെയാണ് ഷെയ്ഖ് ഹസീന വന്നപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്തത്. ഇത് ഭാരതത്തിന്റെ ഒരു
ദൗത്യമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുകയും ജഗത്യേക നീടം എന്ന് പറയുകയും, അപ്പൊ ലോകത്തിന്റെ മുഴുവൻ മാതാവാണെന്നും ലോകത്തിന്റെ മുഴുവൻ നേതാവാണെന്നും ലോകത്തിന്റെ പിതാവാണ്, ഗുരുവാണ് എന്നും ഒരു കാലഘട്ടങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്ന ഭാരതം ഇന്ന് വീണ്ടും അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുക. ലോക ഗുരുസ്ഥാനത്ത്, മാതൃസ്ഥാനത്ത്, പിതൃസ്ഥാനത്ത്, നേതൃസ്ഥാനത്ത് ഇന്ന് ഭാരതം ഉള്ളിടത്തോളം കാലം നിർഭയമായി പീഡിപ്പിക്കപ്പെടുന്ന ഏത് മതവിഭാഗത്തിനും, ഏത് ജനവിഭാഗത്തിനും, ഏത് നേതാവിനും ഭാരതത്തെ മാത്രമാണ് അഭയം പ്രാപിക്കാൻ കഴിയുക. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത്, ഏഷ്യൻ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടായാൽ ആദ്യം അവിടുത്തെ ഭരണാധികാരികൾ ഓടിയെത്തുന്നത് ബ്രിട്ടനിലേക്കായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലേക്കായിരുന്നു. ഇന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം അമേരിക്ക സുരക്ഷിതമല്ല, ബ്രിട്ടൻ സുരക്ഷിതമല്ല. പക്ഷേ ഭാരതം സുരക്ഷിതമാണ്. നരേന്ദ്രമോദിജിയുടെ കൈകളിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ ഇന്ന് ലോകത്തെ ഏത് വിധ്വംസക ശക്തിയോടും ഏറ്റുമുട്ടാൻ കരുത്തുറ്റ ഒരു രാഷ്ട്രമായി ഭാരതം തല ഉയർത്തി നിൽക്കുന്നു. ഒരു കാലത്ത് ബ്രിട്ടന്റെയും ഒരു കാലത്ത് അമേരിക്കയുടെയും സ്ഥാനം എന്തായിരുന്നുവോ ഇന്ന് അവർക്കത് സാധിക്കാതെ വന്നപ്പോൾ ഭാരതം ആ സ്ഥാനം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, സമയം ഒരുപാട് ദീർഘിച്ചിരിക്കുന്നു. വളരെ നന്ദി ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഭാരതത്തിന്റെ സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഒരുപാട് വീഡിയോകളാണ് അല്ലെങ്കിൽ ഒരു വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ നടന്നിരിക്കുന്ന മരണങ്ങൾ ഏകദേശം 1000-ഓളം അടുത്തിരിക്കുന്നു. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, ഹൈന്ദവ ആത്മീയ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, ഗ്രന്ഥശാലകൾ കത്തിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുകയാണ്. നിരവധി സ്ത്രീകൾ ക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു. അതിൽ കുഞ്ഞു കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ള വളരെ ദാരുണമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം അല്ലെങ്കിൽ മോദി സർക്കാർ ഇപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പൗരത്വ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് പാർലമെന്റിൽ പാസ്സാക്കിയത്, അത് നമ്മുടെ രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടങ്ങുന്ന പല രാജ്യങ്ങളും പല മതരാഷ്ട്രങ്ങളിലും മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ് മതവിഭാഗങ്ങളുടെ സുരക്ഷിതത്വത്തിന് അവർക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വം നൽകുന്നതിന് വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് നമ്മൾക്ക് ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ കള്ളപ്രചരണം നടത്തി ഭാരതത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ഇവിടെ നിന്ന് ചവിട്ടിയിറക്കാൻ വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയതെന്ന് പറഞ്ഞ വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു കള്ളത്തരം, അത് പൊളിച്ച് അടക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണാം. അമിത്ഷാ പറഞ്ഞത് കൃത്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന മത വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് കൃത്യമായിട്ട് പാസ്സാക്കിയത്. അതിലൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. തെറ്റിദ്ധാരണ പരത്തിയ ആളുകളെ നമ്മൾ കൃത്യമായിട്ട് വോട്ടെടുപ്പിലൂടെ തന്നെ നേരിടുമെന്ന് അദ്ദേഹം അന്നേ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി 3ാം ഘട്ടവും മോദി സർക്കാരിന് തന്നെ അധികാരത്തിലെത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.